ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിക്കാമ്പ് തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഉണ്ണിക്കാമ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തോരൻ വെക്കാൻ എപ്പോഴും ചെറുതായിട്ട് അരിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഉണ്ണിക്കാമ്പിൽ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്കിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും 5 പച്ചമുളകും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണ്ണിക്കാമ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഉണ്ണിക്കാമ്പ് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടൊരു ഉണ്ണിക്കാമ്പ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ.